ഹായ് സ്റ്റൗട്ട് ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആൻഡ് സോഫ്റ്റി ആയിട്ടുള്ള ഗീ പാക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. 1 കപ്പ് കടലമാവ്, 1.5 കപ്പ് പഞ്ചസാര, 1.5 കപ്പ് നെയ്യും വേണം. പിന്നെ ഒരു പാത്രത്തിൽ നെയ്യ് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ നെയ്യ് കുറച്ച് നേരം ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടിൽ മാത്രം ഉരുക്കിയെടുത്തതാണ്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൽ നിന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. കടലമാവിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് ഒരു നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച നെയ്യിൻ്റെ പകുതി എടുത്തിട്ട് ഈ കടലമാവിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തീരെ കട്ട ഉണ്ടാവാൻ പാടില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കും കേട്ടോ. മൈസൂർ പാക്ക് കുറച്ച് ഹാർഡായിരിക്കില്ല, പക്ഷേ ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനേ, അല്ലാതെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒരു നൂൽപ്പരിവ് ആകുന്നത് വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ കയ്യിലൊട്ടി പിടിച്ച ഒരു നൂൽപ്പരിവായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കടലമാവും നെയ്യും കൂടെ മിക്സ് ചെയ്ത് വെച്ചത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നെയ്യൊക്കെ ഒന്ന് ഇതിനകത്ത് കടലമാവ് വലിച്ചെടുത്ത് ഇത് കുറച്ച് ടൈറ്റായിട്ടുള്ള ഒരു മിക്സായി വരും. അതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനേ, അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ കടലമാവ് ആ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ബാക്കി വെച്ച നെയ്യ് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് 1 മിനിറ്റ് നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ആ നെയ്യ് മുഴുവൻ കടലമാവ് ഒന്ന് വലിച്ചെടുക്കണം. ഈ നെയ്യും മൊത്തം കടലമാവ് അതിനകത്തേക്ക് വലിച്ചെടുക്കും. ഈ സമയത്തൊക്കെ നല്ല സ്മെല്ലാട്ടോ, നെയ്യിൻ്റെ ആ കടലമാവിൻ്റെ ഒക്കെ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇപ്പോൾ വീണ്ടും നെയ്യൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള നെയ്യും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് നേരം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ കടലമാവ് മുഴുവൻ ആ നെയ്യ് മൊത്തം വലിച്ചെടുക്കണം. നമ്മൾ ഈ മൈസൂർ പാക്ക് തയ്യാറാക്കി ഇതിൻ്റെ ഈ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള മോൾഡ് ഉണ്ടല്ലോ, പാത്രം, അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കണം കേട്ടോ. ഇത് നമ്മൾ തയ്യാറായി വന്ന ഉടനെ തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു വെക്കണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ആ ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ക്യാമറ വീണ്ടും ഇവിടേക്ക് സെറ്റ് ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റാണ്. നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലെ ഉണ്ട്. കട്ട് ചെയ്തെടുക്കാൻ വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.